ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കാൻ വേണ്ടിയിട്ടുള്ള ചർച്ച നടക്കുകയാണ്. ഈജിപ്തിലാണ്. മോദിക്കും ക്ഷണമുണ്ടായിരുന്നു, പക്ഷേ മോദി പോകുന്നില്ല. ലോകരാജ്യങ്ങൾ ഉറ്റുനോക്കിയിരുന്ന ഒരു കാര്യം മോദി അവിടെ ചെല്ലുമ്പോൾ എന്ത് പറയുമെന്നുള്ളതാണ്. അതിന് ഒരു ഫുൾ സ്റ്റോപ്പ് അവിടെ ഇട്ടിരിക്കുന്നു. അത് എന്തുകൊണ്ട് എന്നുള്ളൊരു ചോദ്യം എനിക്കുണ്ട്. മറ്റൊന്ന് പക്ഷേ ഇവിടെ പ്രധാന കക്ഷി എന്ന് പറയുന്നത് ഇസ്രയേലാണ്, മറ്റൊന്ന് ഹമാസും. ഈ രണ്ട് കൂട്ടരും പങ്കെടുക്കാത്ത ഒരു സമാധാന ചർച്ചയാണ് അവിടെ നടക്കാൻ പോകുന്നത്. അതിലെന്താണ് കാര്യമുള്ളത്? അതായത് ഈ രണ്ട് കൂട്ടരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ, അവർ രണ്ടു കൂട്ടരെയും പങ്കെടുപ്പിക്കാതെയുള്ള ഒരു ചർച്ച, അതിലെന്ത് പ്രസക്തിയുണ്ട്? പൊതുവെ നമ്മൾ മനസ്സിലാക്കുന്നത് ലോകത്ത് സമാധാനം കൊണ്ടുവരുന്നതിനുള്ള ഒരു മഹത്തായിട്ടുള്ള ഉച്ചകോടിയാണ് ഈജിപ്തിൽ ഇപ്പോൾ നടക്കുന്നത് എന്നതാണ്. അതങ്ങനെ തന്നെയാണ് എല്ലാവരും വിലയിരുത്തുന്നത്. അതതിൻ്റെ പ്രധാനപ്പെട്ട ഒരു പ്രൊജക്ഷനാണ്. ആ പ്രൊജക്ഷന് താഴെയാണ് നമ്മൾ പിന്നെ പല കാര്യങ്ങളും അന്വേഷിക്കുന്നത്. ആരൊക്കെ അതിൽ പങ്കെടുക്കുന്നുണ്ട്, ആരൊക്കെ പങ്കെടുക്കുന്നില്ല, പിന്നെ ഈ പ്രശ്നം ആര് തമ്മിലായിരുന്നു, ആ പ്രശ്നം പരിഹരിക്കുമ്പോൾ അവരിതിൽ പങ്കാളികളാണ്. അതാണല്ലോ പ്രധാനപ്പെട്ട കാര്യം. അത് പരിശോധിക്കുമ്പോഴാണ് ഇതിൻ്റെ ട്വിസ്റ്റ് നമുക്ക് കൃത്യമായിട്ട് തിരിച്ചറിയാൻ പറ്റുന്നത്. ഇവിടെ സമാധാനത്തിന് എല്ലാവരും തയ്യാറാണ്, എല്ലാവരും സ്വതന്ത്രരാക്കാനും തയ്യാറാണ്. പക്ഷേ തങ്ങളുടെ അധീശത്വവും തങ്ങളുടെ പൊസിഷനും ഒരു കാരണവശാലും മാറ്റാൻ തയ്യാറില്ല എന്ന് ഇതിലെ പ്രധാനപ്പെട്ട കക്ഷികൾ പ്രഖ്യാപിച്ചിരിക്കുന്നു എന്നാണ്. എന്ന് വെച്ചാൽ ഇസ്രായേലും പ്രഖ്യാപിച്ചു, ഹമാസും പ്രഖ്യാപിച്ചു. അതുകൊണ്ടാണ് അവരതിനകത്ത് പങ്കെടുക്കാത്തത്. ആർക്കും കോമൺ സെൻസ് വെച്ച് ചോദിക്കാവുന്ന കാര്യമാണ്. തല്ലുപിടിക്കുന്ന രണ്ട് പാർട്ടികളും, ഒന്നാം പാർട്ടിയും രണ്ടാം പാർട്ടിയും, ഇല്ലാത്ത എന്ത് ഉടമ്പടി? ഏത് ഉടമ്പടി എഴുതുന്ന സമയത്തും ഒന്നാം പാർട്ടി രണ്ടാം പാർട്ടി എന്ന് പറഞ്ഞ് എഴുതിയാണ് പോണത്. അതാണ് ഉടമ്പടിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്. ഇതിനകത്ത് ഒന്നും രണ്ടും പാർട്ടികളില്ല, പിന്നെ ഉള്ളത് മുഴുവൻ കാഴ്ചക്കാരാണ്. ആ കാഴ്ചക്കാരുടെ ഒരു ഉച്ചകോടിയായി ഇത് മാറുമോ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന സംശയം. പക്ഷെ അങ്ങനെ ഒരു സംശയത്തിന് പ്രസക്തിയില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കണം. കാരണം ഈ ഉച്ചകോടിക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് സമാധാനം പുനഃസ്ഥാപിക്കൽ തന്നെയാണ്. സമാധാനം പുനഃസ്ഥാപിക്കുന്ന സമയത്ത് തന്നെ വളരെ കൗശലത്തോടുകൂടി അതിലെ ഒന്നും രണ്ടും പാർട്ടികൾ ഒഴിഞ്ഞു നിൽക്കുന്നത് അവരിനിയും അടിയുണ്ടാക്കും എന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്നെയാണ്. സൗകര്യം കിട്ടുന്ന സമയത്ത് ഞങ്ങൾ ഇനി വീണ്ടും തല്ലുകൂടും, നിങ്ങൾക്കിപ്പോൾ തൽക്കാലത്തേക്ക് സമാധാനം ഉണ്ടാക്കാം, അത്രേ അതിൻ്റെ അർത്ഥമുള്ളൂ. ഇപ്പോൾ നമുക്ക് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇതിൽ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ഇന്ത്യ ഇതിൽ പങ്കെടുക്കാത്തത്? ഇന്ത്യയെ പങ്കെടുക്കാത്തത് എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദി പോകുന്നില്ല, പകരം പ്രതിനിധികളും പോകുന്നില്ല. ട്രംപ് നേരിട്ട് ക്ഷണിച്ച കാര്യമാണ്, പോകേണ്ടതല്ലേ എന്നെല്ലാവരും വേണമെങ്കിൽ ചോദിക്കാം. അപ്പോഴാണ് നമ്മൾ ഒരു രാഷ്ട്രം എന്ന നിലയ്ക്ക് പ്രവർത്തിക്കുമ്പോൾ രാഷ്ട്രത്തിന് പ്രധാനമന്ത്രി എന്ന് പറയുന്ന വ്യക്തിയല്ല പ്രധാനപ്പെട്ടത്, രാഷ്ട്രത്തിൻ്റെ പൊതു നയപരിപാടികളാണ് പ്രധാനപ്പെട്ടത്. ആ പൊതു നയപരിപാടികൾ ഇവിടെ രൂപപ്പെടുത്തുന്നതിലും പ്രകടമാക്കുന്നതിലും ഇസ്രായേലുമായിട്ടുള്ള ബന്ധങ്ങളും അറബ് രാഷ്ട്രങ്ങളായിട്ടുള്ള ബന്ധങ്ങളും പ്രധാനപ്പെട്ടതാണ്. അറബ് രാഷ്ട്രങ്ങൾ ഒരു വശത്തും ഇസ്രായേൽ മറ്റൊരു വശത്തുമായിട്ട് നിൽക്കുന്ന ഒരു ചർച്ച കൂടിയാണ് ഈ ചർച്ച. ഹമാസ് വേറെ, ഇസ്രായേൽ വേറെ, അത് വേറെ വിഷയം. അതുകൂടാതെ ലോകരാഷ്ട്രങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെയുള്ളൊരു വ്യതിയാനമാണിത്. അപ്പോൾ ഇന്ത്യക്ക് ഇസ്രായേലുമായിട്ടുള്ള ബന്ധം എന്താ? ഒരുപാട് കാലമായിട്ട് നിലനിൽക്കുന്ന ഒരു ബന്ധമാണ്. ഇന്ത്യയിലും കേരളത്തിലുമൊക്കെ നമ്മൾ ഇസ്രായേലിന് വേണ്ടി വാദിക്കുന്ന ഒരുപാട് ആളുകളെ കാണും. അതേപോലെ തന്നെ പലസ്തീന് വേണ്ടി വാദിക്കുന്നതായിട്ടുള്ള മറ്റൊരു വിഭാഗം, അതിനിടയിൽ കുറച്ച് ആളുകൾ ഹമാസിന് വേണ്ടി വാദിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് എന്ന് നമുക്കറിയാവുന്നതാണ്. അതൊക്കെ അവരുടെ വൈകാര്യമായിട്ടുള്ള ഒരു പ്രതിഫലനങ്ങളോ പ്രകടനങ്ങളോ മാത്രമാണ്. അതിനപ്പുറത്തിന് ഒരു പ്രസക്തി ഇതിലില്ല. നമുക്കങ്ങനെ ചേരിയിരിഞ്ഞ് നിൽക്കാം. ലോക ഫുട്ബോളൊക്കെ നടക്കുന്ന സമയത്ത് കുറേ ആൾക്കാർ അർജൻറ്റീനയുടെ ബാനറും പിടിച്ച് നിൽക്കുന്നത് പോലെ, കുറേ ആളുകൾ ബ്രസീലിൻ്റെ ബാനറും പിടിച്ച് നിൽക്കുന്ന പോലെയുള്ള ഒരു വൈകാരിക പ്രകടനം മാത്രമായിട്ട് ഇവിടുത്തെ ആളുകളുടെ ഈ ഐക്യദാർഢ്യ പ്രകടനവും അതിനെതിരായിട്ടുള്ള പ്രകടനമൊക്കെ നമ്മൾ വിലയിരുത്തിയാൽ മതി. ഇത് രാഷ്ട്രത്തിൻ്റെ പ്രശ്നമാണ്. രാഷ്ട്രത്തിൻ്റെ പ്രശ്നം വരുമ്പോൾ സമയത്തോടുകൂടി വൈകാര്യത മാറ്റിവെച്ച് രാഷ്ട്രം അതിനകത്ത് ഇടപെടേണ്ടി വരും. നമുക്ക് ഇസ്രായേലുമായിട്ട് ഒരുപാട് കാലമായിട്ടുള്ള ബന്ധമുള്ളത് പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. പ്രതിരോധ മേഖലയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ആ ബന്ധം തുടർന്നു പോകണം എന്നതാണ് ഇന്ത്യയുടെ ആഗ്രഹം. ഇന്ത്യയുടെ നയസമീപനം അതാണ്.
അത് തുടർന്നു പോകുന്നതിന് ഈ ചർച്ചയിൽ പങ്കെടുത്താൽ ഏതെങ്കിലും തരത്തിൽ കുഴപ്പങ്ങൾ ഉണ്ടാകുമോ എന്ന സംശയം കൊണ്ടാണ് അതിൽ പങ്കെടുക്കാതിരിക്കണം. അതാണ് ഒരു വിഷയം. അപ്പോൾ ഒരു വശമാണത് നമ്മൾ സംസാരിച്ചു, ഇസ്രയേലുമായിട്ടുള്ള ബന്ധത്തിൻ്റെ പ്രശ്നം. മറുവശത്ത് അറബ് രാഷ്ട്രങ്ങളായിട്ട് ഇന്ത്യക്ക് നല്ല ബന്ധമാണ്. ഇസ്രയേലിനോടുള്ളതുപോലെ തന്നെ നല്ല ബന്ധമാണ് അറബ് രാഷ്ട്രങ്ങളുമായിട്ട്. അത് പക്ഷേ ഇവിടുത്തെ ചേരിതിരിഞ്ഞ് നിൽക്കുന്ന ആളുകൾക്ക് അറിയില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവർ അറിഞ്ഞാലും അത് അംഗീകരിക്കാൻ അവർ തയ്യാറില്ല എന്നുള്ളതാണ്. ഒരു പക്ഷം ചേരണം എന്നുള്ള അവർക്കൊരു പക്ഷത്ത് നിൽക്കണം. അവരൊരു പക്ഷത്ത് നിന്നോട്ടെ. രാഷ്ട്രത്തിന് അങ്ങനെ ഒരു പക്ഷത്ത് നിൽക്കാൻ പറ്റില്ല. രാഷ്ട്രം അപ്പോൾ അറബി രാഷ്ട്രങ്ങളുമായിട്ടുള്ള ബന്ധം എന്താണ്? അറബി രാഷ്ട്രങ്ങളായിട്ടുള്ള നമ്മളുടെ ബന്ധം നല്ല വ്യാപാര ബന്ധങ്ങളുണ്ട്. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഊർജ വ്യാപാരമാണ്. ക്രൂഡ് ഓയിൽ കൊണ്ടുവരിക, അത് ശേഖരിക്കുക, അത് നമ്മൾക്ക് വലിയ ആവശ്യമാണ്. നമ്മൾ പല കാര്യങ്ങളും അവർക്ക് ചിലപ്പോൾ തിരിച്ച് വിൽപ്പനയിൽ ഏർപ്പെട്ടേക്കാം. പക്ഷെ നമുക്ക് അവരുടെ ഊർജം ആവശ്യമാണ്. ആ ഊർജം നമ്മളുടെ രാജ്യത്തിൻ്റെ മുന്നോട്ടുള്ള പോക്കിനും വികാസത്തിനും ആവശ്യമാണ്. അതിൽ തടസ്സം ഉണ്ടാകാൻ പാടില്ല. ഈ കരാറിൽ ഏർപ്പെട്ട് അവിടെ ഉള്ള ചർച്ചകളിലൊക്കെ ഇടപെടുമ്പോൾ ആ ബന്ധങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പരിക്കേറ്റാൽ അത് നമുക്ക് നല്ലതല്ല, രാഷ്ട്രത്തിന് നല്ലതല്ല എന്നുള്ളത് കൊണ്ടാണ് ഇന്ത്യ ഇതിൽ പങ്കെടുക്കാത്തത്. എന്നുവെച്ചാൽ ഇന്ത്യക്ക് ഒരേപോലെ ഇസ്രയേലിനെയും ആവശ്യമാണ്, അറബ് രാഷ്ട്രങ്ങളെയും ആവശ്യമാണ്. ഇപ്പോൾ നിലനിൽക്കുന്ന ബന്ധങ്ങൾ അങ്ങനെ തന്നെയാണ്. അത് നിലനിർത്താനായിട്ടുള്ള ആഗ്രഹത്തിൻ്റെ കൂടി ഒരു തീരുമാനമാണ് അതിൽ പങ്കെടുക്കേണ്ടതില്ല എന്നുള്ളത്. നരേന്ദ്രമോദിയുടെ വ്യക്തിപരമായ തീരുമാനമല്ലാതെ അത് ഇന്ത്യ എന്ന് പറയുന്ന രാഷ്ട്രത്തിൻ്റെ തീരുമാനമാണ്. അത് ശരിയുമാണ്. അങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് കഴിയുള്ളൂ. അതുകൊണ്ടാണ് ഇന്ത്യ അതിൽ പങ്കെടുക്കാത്തത്. അപ്പോൾ ആ പ്രശ്നങ്ങൾ വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ പറയുന്നത് പോലെ രണ്ട് കൂട്ടർ തമ്മിലടിക്കുന്ന രണ്ട് കൂട്ടർ ഇല്ലാതെ ഉണ്ടാക്കുന്ന ഒരു ഉടമ്പടി. ഈ ഉടമ്പടിയിൽ ഈ പറയുന്ന ട്രംപ് കൊണ്ടുവന്നിട്ടുള്ള 20 ഇന പദ്ധതി ഉണ്ടല്ലോ, ആ പദ്ധതിയിൽ ഒരു സെഷൻ ഇസ്രായേൽ അംഗീകരിക്കുന്നില്ല, ഒരു സെഷൻ ഹമാസും അംഗീകരിക്കുന്നില്ല. അങ്ങനെയെങ്കിൽ ഈ പദ്ധതി പാളിപ്പോയി എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ഒരു പദ്ധതി, അതും വളരെ ബൃഹത്തായിട്ടുള്ളൊരു പദ്ധതി, പ്രത്യേകിച്ച് 2 വർഷമായി നിൽക്കുന്ന അതിരൂക്ഷമായിട്ടുള്ള സംഘടനത്തെ അവസാനിപ്പിക്കുന്ന ഒരു പദ്ധതി, അത് പാളി എന്ന് പറയാൻ പറ്റില്ല. കാരണം ആൾറെഡി സമാധാനമായി, വെടിനിർത്തൽ വന്നു, സൈന്യങ്ങൾ പിൻവാങ്ങി, ഒപ്പം 2 രാഷ്ട്രങ്ങളും തമ്മിൽ ബന്ദികളെ കൈമാറുന്ന പ്രക്രിയ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നമ്മളിരുന്ന് സംസാരിക്കുമ്പോൾ 7 ബന്ദികളെ കൈമാറിക്കഴിഞ്ഞു. ഇനിയും അത് തുടരും. 20 പേരെയാണ് ആദ്യഘട്ടം എന്ന നിലയ്ക്ക് അവർ കൈമാറുന്നത് എന്നാണ് വാർത്ത വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ഇസ്രയേൽ പലസ്തീൻ തടവുകാരെ കൈമാറുന്നുണ്ട്. പക്ഷേ അവർക്ക് തീവ്രവാദികളെന്ന് തോന്നുന്നതായിട്ടുള്ള ആളുകളെ അവരെന്തായാലും വിട്ടയക്കില്ല. അതൊരു കൃത്യം പറഞ്ഞിട്ടുള്ളതായിരുന്നു. ഈ 2 കാര്യങ്ങളും സംഭവിച്ചു കഴിയുമ്പോൾ തന്നെ കുറേ പ്രശ്നപരിഹാരമായി കഴിഞ്ഞു ശരിക്കും. കാരണം ബന്ദികളെ വിമുക്തമാക്കുന്നതിന് വേണ്ടി, വിമോചിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള യുദ്ധമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരുന്നത്. ഇസ്രായേലിനെ കൊണ്ട് തങ്ങളുടെ കണ്ടീഷൻസ് സമ്മതിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ബന്ദികളെ പിടിച്ച് മറ്റവർ വെച്ചിരുന്നതും. എന്തായാലും അതിൻ്റെ ഒരു ഘട്ടം അവസാനിക്കുകയാണ് ചെയ്തത്. ആര് ജയിച്ചു ആര് തോറ്റു എന്നുള്ളത് വളരെ അപ്രസക്തമാണ്. കാരണം തോറ്റത് മുഴുവൻ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യരാണ്. അല്ലേ? ഒരുപാട് പേര് മരിച്ചു പോയുണ്ട്. ഏതാണ്ട് 10,000-70,000 ആളുകൾ ഈ വശത്ത് മരിച്ചു, അപ്പുറത്ത് 2,000 ആളുകൾ മരിച്ചു. എന്തായാലും നിരവധി ആളുകൾ മരിച്ചു വീണ ഒരു സംഭവമാണ്. നഷ്ടം മുഴുവൻ അതുകൊണ്ട് പൊതുസമൂഹത്തിനാണ്, ജനങ്ങൾക്കാണ്. ഇവർ ഭരണാധികാരികൾക്ക് അതിലൊന്നും വലിയ പങ്കില്ല എന്നുള്ളതാണ്. എപ്പോഴും എവിടെയും ഏത് സമയത്തും നടന്നുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നത്തിൻ്റെ അതിൻ്റെ ആവർത്തനം. എവിടെ യുദ്ധം ഉണ്ടായിക്കഴിഞ്ഞാലും മരിക്കുന്ന കുഞ്ഞുങ്ങളും സ്ത്രീകളും ദുർബലരായിട്ടുള്ള മനുഷ്യരുമായിരിക്കും. അതിവിടെയും സംഭവിച്ചു കഴിഞ്ഞിരിക്കും. ഇപ്പം ഇവിടെ എന്തുകൊണ്ട് അവരതിനകത്ത് പങ്കെടുക്കുന്നില്ല? അവർ പങ്കെടുക്കാതിരിക്കുന്നതിൻ്റെ കാരണം ഇതാണ്. അവർക്കിനിയും അടികൂടണം, ഞങ്ങളിനി വീണ്ടും തല്ലുപിടിക്കും. തൽക്കാലത്തേക്ക് ഇതിപ്പോൾ ഒഴിവാക്കുന്നു. അതുപോലെ തന്നെ ഹമാസിനോട് 20 ദിന പദ്ധതിയിൽ ആവശ്യപ്പെട്ടത് ഹമാസ് നിരായുധീകരിക്കണം എന്നുള്ളതാണ്. അതിന് സൗകര്യമില്ല എന്നവർ തന്നെ നേരത്തെ പറഞ്ഞിരുന്ന. ഞങ്ങൾ ആയുധധാരികളായി തന്നെ തുടരും, ഞങ്ങൾ ഹമാസ് തന്നെയായിരിക്കും, ഇസ്രായേലായിരിക്കും, അതൊക്കെ അങ്ങനെ. പക്ഷേ ഇവിടെ സമാധാനം താൽക്കാലികമായിട്ട് ഉണ്ടാക്കാൻ ഞങ്ങൾ മുൻകൈ എടുക്കും. അങ്ങനെ സമാധാനത്തിലുള്ള എല്ലാ പരിപാടികളും നടക്കുന്നു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട പുനരധിവാസമാണ്. കാരണം അവിടെ നിന്ന് വീടൊന്നുമില്ല. ഉള്ള വീടുകളൊക്കെ ഇടിച്ചു പൊളിച്ച് തകർന്ന് മുഴുവനും കൽക്കൂനകളായി മാറിക്കഴിഞ്ഞിരിക്കുക.
അവിടെ വീടുണ്ടാക്കണം. ആരുണ്ടാക്കി കൊടുക്കും? ഉം. ഹമാസിന് ഉണ്ടാക്കാൻ പറ്റില്ല, ഇസ്രയേലിന് ഉണ്ടാക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ബാക്കിയുള്ള ഈ രാഷ്ട്രങ്ങൾ, 10ലധികം രാഷ്ട്രങ്ങളോട് പങ്കാളികളിൽ അവരുടെയൊക്കെ നേതൃത്വത്തിൽ സംഭാവനയൊക്കെ പിരിച്ച് ചിലപ്പോൾ പുനരധിവാസ പ്രക്രിയ സാക്ഷാത്കരിക്കപ്പെട്ടേക്കാം. വൈകുന്നേരം ആകുമ്പോഴൊക്കെ നമുക്കത് അറിയാൻ പറ്റുള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.